നമസ്കാരം. കുറ്റാന്വേഷണ പരമ്പരയിലെ ഇന്നത്തെ കഥ ആരംഭിക്കട്ടെ. തിരുവല്ലം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള സ്റ്റുഡിയോ റോഡിൽ നിന്നും എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പോകുന്ന വഴിയിലുള്ള യക്ഷിക്കാവ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ അതിന് സമീപത്തായിട്ടാണ് ഒരു മുഖം ആകെ വികൃതമാക്കപ്പെട്ട നിലയിൽ ഒരു മൃതശരീരം, ഒരു യുവാവിൻ്റെ മൃതശരീരം കാണപ്പെട്ടത്. ഈ വിവരത്തിന് ഗോവിന്ദൻ എന്ന് പറഞ്ഞ ഒരാളുടെ മൊഴി രേഖപ്പെടുത്തി ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. മർഡറാണോ ഒന്നും അറിയിടാത്തതുകൊണ്ട് എന്തായാലും സസ്പീഷ്യസ്തത്തിന് കിടക്കട്ടെ, ആത്മഹത്യയാണോ എന്ന് അറിഞ്ഞില്ലല്ലോ. അങ്ങനെയാണ് എഫ്ഐആർ ഇട്ടതെങ്കിലും CI എടുത്ത് വിളിച്ച് പറഞ്ഞു, സാർ അതൊരു മർഡറാണോ എന്നൊരു സംശയമുണ്ട് എന്നും കൂടെ പറഞ്ഞിരുന്നു. അപ്പോൾ സമയം 7 മണി. ഒരു 8:30യോടുകൂടി ഇപ്പോൾ 2 പോലീസുകാരെ കയറ്റി ഞാൻ സ്ഥലത്തെത്തുന്നു. ഈ റോഡിൽ വണ്ടി നിർത്തിയിട്ട് ഒരു 350 മീറ്ററെങ്കിലും കുത്തനെ കയറ്റം കയറി വേണം ഈ ഡെഡ് ബോഡി കിടക്കുന്നിടത്തെത്താൻ. അതിനും ഒരു 10-25-100 മീറ്റർ അപ്പുറത്ത് ചെല്ലുമ്പോഴാണ് കുന്നിൻ്റെ മുകളിലൊരു ക്ഷേത്രവും യക്ഷിക്കാവ് എന്ന് പറയുന്ന ഒരു പാറയുമുണ്ട്. അത് കാണാനാണ് ധാരാളം ആളുകൾ വരുന്നത്. അവിടേക്ക് വന്ന ആരോ ആണ് ഈ കൊല്ലപ്പെട്ട് കിടക്കുന്നത് എന്നുള്ള നിഗമനത്തിലായിരുന്നു. ചെല്ലുമ്പോൾ തന്നെ വലിയ ജനക്കൂട്ടമൊന്നും ഇല്ലായിരുന്നു. കുറേ ആളുകളൊക്കെ കൂടി നിൽക്കുന്നു. അവരോടെല്ലാം അന്വേഷിച്ചിട്ടും അവർക്ക് ഇത് ആളാരെന്ന ഒരു പിടിയില്ല, അവിടുത്തുകാരനൊന്നും അല്ല. എന്തായാലും ഈ മൃതശരീരം പാറയിൽ ചാരിയിരിക്കുന്ന, ഒരു 3 അടി പൊക്കമുള്ള പാറയിൽ ചാരിയിരിക്കുന്ന നിലയിലാണ് കാണപ്പെട്ടത്. അപ്പോൾ അതിനടുത്ത് തന്നെ ഒരു പ്ലാസ്റ്റിക് റോപ്പും കണ്ടെത്തിയത്, 2 അടി നീളമുള്ള റോപ്പും കണ്ടെത്തിയത്. ആ റോപ്പ് കൊണ്ട് കഴുത്തിൽ വരിഞ്ഞ് മുറുക്കി കൊലപ്പെടുത്തിയതായിരിക്കണം എന്ന് ബോധ്യപ്പെടുന്ന രീതിയിലാണ് ആ മൃതശരീരം പരിശോധിച്ച് നോക്കിയപ്പോൾ കണ്ടത്. കഴുത്തിലൊരു വട്ടത്തിലുള്ള ഒരു മാർക്ക് കണ്ട്. പക്ഷെ അതിനുശേഷമാണ് മുഖം ആൾ അറിയാതിരിക്കാൻ വേണ്ടി മുഖത്ത് എന്തോന്നോ പെട്രോളോ എന്തെങ്കിലും ഒഴിച്ച് കത്തിച്ചതായിരിക്കണം. അതാണ് മുഖം മാത്രം ഇങ്ങനെ വികൃതമായി. പാൻറ് ഷർട്ടുമാണ് വേഷം. നല്ല വില കൂടിയ ഒരു ചെരുപ്പൊക്കെ ധരിച്ചിട്ടുണ്ട്. പക്ഷെ ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ നിവൃത്തിയില്ല. ഫോട്ടോ എടുത്ത് പരസ്യം കൊടുക്കാനും നിവൃത്തിയില്ല. മുഖത്തൻ തിരിച്ചറിയില്ല. എന്തായാലും അവിടെ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ ഇത് എഴുതാനൊക്കെ ഉള്ള പെട്ടെന്ന് ഇൻക്വസ്റ്റൊക്കെ നടത്തി ആളുകളെ പഞ്ചായത്തുകാരെ പേരൊക്കെ എഴുതി ഇൻക്വസ്റ്റ് നടത്താനുള്ള പരിപാടിയൊക്കെ തുടങ്ങി. ഇൻക്വസ്റ്റ് നടത്തി മൃതശരീരം പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്കായിട്ട് മെഡിക്കൽ കോളേജിലായിട്ട് അയക്കുന്നതിന് മുമ്പ് ഒരു ശശാങ്കൻ എന്ന് പറയുന്ന ഒരു കടക്കാരൻ വന്നു. തൊട്ടടുത്ത് ഈ സ്റ്റുഡിയോ റോഡിലോട്ട് വളയുന്ന സ്ഥലത്ത് പെട്ടിക്കട ഇട്ടേക്കുന്ന ഒരാളാണ്. അയാൾ വന്ന് ഒരു നമ്പർ കുറിച്ച് വെച്ചിരുന്നത് തന്നിട്ട് പറഞ്ഞു, സാർ ഇവിടെ ഈ ക്ഷേത്രത്തിൽ ആ സ്ഥലം കാണാനായിട്ട്, യക്ഷിക്കാവ് കാണാനായിട്ട് പല ആളുകളും വരാറുണ്ട്. അതിൻ്റെ മുകളിൽ കയറി നിന്ന് നോക്കിയാൽ പ്രകൃതി രമണീയമായ ഭൂപ്രദേശങ്ങൾ കാണാൻ പറ്റും. അത് ആസ്വദിക്കാനാണ് ആളുകൾ എത്തുന്നത്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഒരു ആഡംബര കാറിൽ ഒരാൾ വന്ന് വണ്ടി നിർത്തി എൻ്റെ കടയിൽ നിന്ന് ഒരു സിഗരറ്റ് വാങ്ങി, ഒരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങി. എന്നിട്ട് ഈ ക്ഷേത്രത്തോട്ട് പോകുന്ന വഴിയെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, വഴി പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ഈ സന്ധ്യ മയങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോയാൽ ഒന്നും കാണാൻ പറ്റില്ല. കാരണം അവിടെ കറണ്ടില്ല, ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാത്ത സ്ഥലമാണ്. അപ്പോൾ പകൽ വന്നാലേ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, എന്തായാലും വന്നാലേ ഒന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു. അയാൾ പെട്ടെന്ന് പോവുകയും ചെയ്തു. അയാൾ പോയി അവിടെ ചെല്ലുമ്പോൾ കാറിലൊരു ഡ്രൈവറെ കൂടാതെ ഒരു സ്ത്രീ കൂടെ ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് തോന്നി. ഞാൻ കണ്ടതാണ്. അപ്പോൾ ഇതിലാരെങ്കിലും ആണോ, ഈ കേസുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടായിരിക്കുമോ എന്ന് അറിയാനാണ് ഞാനൊരു സംശയം കൊണ്ട് നമ്പർ എഴുതി വെച്ചത്. ശരി, അന്വേഷിക്കാമെന്ന് പറഞ്ഞ് ആ നമ്പർ വാങ്ങുകയും ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് തിരുവല്ലം പോലീസ് സ്റ്റേഷനിലോട്ട് ചെന്നിരുന്ന് അവിടെ നിന്ന് വിവരങ്ങളൊക്കെ കുറിച്ചെടുത്തൊക്കെ സംഭവങ്ങളൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഫോൺ സന്ദേശം എത്തിയത്. അമ്പലത്തറ മിൽമ പാൽ ഉൽപ്പാദന കേന്ദ്രത്തിൻ്റെ ആ മുൻഭാഗത്തായി ഒരു കാറ് കിടപ്പുണ്ട്, ആളില്ലാതെ കിടക്കണം. അതിൻ്റെ നമ്പരും ഒരാൾ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ആ നമ്പർ നോക്കിയപ്പോൾ ഈ ശശാങ്കൻ എന്ന് പറഞ്ഞ ആൾ തന്ന അതേ നമ്പറാണ്. അപ്പോൾ ഈ കേസുമായിട്ട് ബന്ധം ഉണ്ടായിരിക്കും എന്നുള്ള നിഗമനത്തിൽ തന്നെ വേഗം ഫിംഗർ പ്രിൻറ്റുകാരെയൊക്കെ വിളിച്ചു നേരെ അവിടെ എത്തി ഫിംഗർ പ്രിൻറ്റുകാർ അത് പരിശോധനകൾ നടത്തി അതിനകത്ത് പ്രിൻറ്റുകളൊക്കെ എടുത്തു.
നിൽക്കുമ്പോൾ ഡാഷ് ബോർഡിൽ നിന്നും ഒരു RC ബുക്ക് കിട്ടി. അപ്പോൾ RC ബുക്കിലെ അഡ്രസ്സ് നോക്കിയപ്പോഴാണ് അതിൽ കിരൺ, സൺ ഓഫ് മാധവൻ, മാധവം, നിറമൺകര, കരമന, ഇങ്ങനെ ഒരു അഡ്രസ്സ് കിട്ടി. അപ്പോൾ ഈ ആളായിരിക്കും കൊല്ലപ്പെട്ടത് എന്നറിയാനായിട്ട് നേരെ നിറമൺകര പോയി. കരമനയുള്ള മാധവം എന്ന വീട്ടിലെത്തി. ഗേറ്റ് തട്ടുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി വന്നു. നിങ്ങളുടെ പേരെന്താ? എൻ്റെ പേര് കിഷോർ എന്നാണ്. അയാളോട് രഹസ്യമായിട്ട് പറഞ്ഞു, കിരൺ എന്ന് പറയുന്ന ഒരാളുടെ ഡെഡ് ബോഡി ആണോ എന്നൊരു സംശയമുണ്ട്. ഒരു ഡെഡ് ബോഡി ഇപ്പം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയിട്ടുണ്ട്, അവിടെ പോലീസൊക്കെ ഉണ്ട്, നിങ്ങൾ ആരെങ്കിലും ചെന്നൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം എന്ന് രഹസ്യമായിട്ട് അയാളോട് പറഞ്ഞു. കിഷോർ കേട്ടപാടെ കാർ എടുത്ത് പുറത്തേക്ക് പോയി. ആ വീട്ടിലുണ്ടായിരുന്ന കിഷോറിൻ്റെ ഭാര്യയും അമ്മയും എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ നോക്കി നിൽക്കുകയായിരുന്നു. ഞങ്ങൾ മെല്ലെ വീട്ടിൻ്റെ അവരുടെ അടുത്തെത്തി. പേര് ചോദിച്ചപ്പോൾ രേഷ്മ എന്നാണ്. ഞാൻ ഈ പോയ കിഷോറിൻ്റെ ഭാര്യയാണ്. ഇവിടെ മാധവൻ എന്ന് പറയുന്ന ഒരാളാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീടാണ്. അദ്ദേഹത്തിൻ്റെ 2 മക്കളായിരുന്നു, ഒന്ന് കിരൺ, ഒന്ന് കിഷോർ. അപ്പോൾ ആ കിഷോർ ആണ് ഈ പോയത്. കിഷോർ ഇന്നലെ രാവിലെ ഡ്രൈവറുമായിട്ട് എവിടെ പോവുകയാണെന്ന് പറഞ്ഞ് ഇന്നെൻ്റെ പോയതാണ്, ഇതുവരെ മടങ്ങിയെത്തിയിട്ടില്ല. അപ്പോൾ ഈ നിങ്ങൾ കിഷോറിൻ്റെ ഭാര്യ രേഷ്മ. അപ്പോൾ ആ കിഷോർ എന്ത് ചെയ്യുന്നു? കിഷോർ ഈ എൻ്റെ അമ്മാവൻ മാധവന് തമ്പാനൂരിലൊരു വലിയ ലോഡ്ജ് ഉണ്ടായിരുന്നു. ആ ലോഡ്ജിൽ നല്ല വരുമാനം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം കണ്ടമാനം പണം മിച്ചം വെച്ചിട്ടാണ് അദ്ദേഹം മരണമടഞ്ഞത്. അദ്ദേഹം മരണമടഞ്ഞതിന് ശേഷം ഈ ലോഡ്ജിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് ഈ കിരണായിരുന്നു. കിഷോറാണെങ്കിൽ പഠിക്കാൻ താല്പര്യമുള്ളതുകൊണ്ട് കിഷോർ ഈ പഠിത്തത്തിൽ താല്പര്യം കാണിച്ചുകൊണ്ട് എൻജിനീയറിങ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു ജോലി കിട്ടുകയും ചെയ്തു. അപ്പോൾ ലോഡ്ജിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കിരണാണ്. എൻ്റെ കിഷോർ വിവാഹം കഴിച്ചോടുകൂടി എൻ്റെ അച്ഛൻ ഒരു ലോഡ്ജ് തന്നാൽ എൻ്റെ പേരിൽ എഴുതി വയ്ക്കുകയും ആ 2 ലോഡ്ജിൻ്റെയും ചുമതല ഇപ്പം നോക്കുന്നത് കിരണാണ്. ലോഡ്ജിൻ്റെ നടത്തിപ്പ് കിരണാണ് നടത്തുന്നതെങ്കിലും അതിൻ്റെ കണക്കും ബാക്കിയെല്ലാം നോക്കുന്നതെല്ലാം അമ്മയാണ്, സുഭദ്രാമ്മയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കിഷോറിൻ്റെ കിഷോർ ജോലിക്ക് പോകും, കാര്യങ്ങളെല്ലാം നോക്കി അമ്മ ഇതെല്ലാം കണക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കിരൺ ലോഡ്ജിലെ 2 ലോഡ്ജിലെയും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നെങ്കിലും കാര്യങ്ങളൊക്കെ നോക്കി നടത്തിക്കൊണ്ടിരുന്നു. അയാൾക്ക് വിവാഹത്തിൽ വലിയ താല്പര്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞതനുസരിച്ച് വീട്ടുകാരും ആരും അതിനെ നിർബന്ധിച്ചുമില്ല. പക്ഷേ പെട്ടെന്നൊരു ദിവസം ഈ നമ്മുടെ ലോഡ്ജിൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്ന മൊബൈൽ കടയിലെ ഒരു ജീവനക്കാരിയായ രേവതിയെ രജിസ്റ്റർ മാരേജ് ചെയ്ത് കൊണ്ടുവന്നു. രജിസ്റ്റർ മാരേജ് എന്ന് പറഞ്ഞാൽ പക്ക രജിസ്റ്റർ ചെയ്തിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പോസ്റ്റ് നോട്ടീസൊക്കെ കഴിഞ്ഞുള്ള രജിസ്റ്ററാണ്. വന്ന് കയറിയപ്പോഴാണ് നമ്മൾ നോക്കുമ്പോൾ ആ പെണ്ണിൻ്റെ ദേഹത്ത് ഒരു തരി പൊന്നില്ല. അത് അമ്മയ്ക്ക് അത് ഇഷ്ടമായില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾക്കാർക്കും അത് ഇഷ്ടമായില്ല. അത്രയും ദരിദ്ര കുടുംബത്തിൽ നിന്നൊരു പെണ്ണിനെ കൊണ്ടുവന്നതിലുള്ള വിഷമം ഞങ്ങൾക്കുണ്ടായിരുന്നു. കുറേ നാൾ അവളവിടെ കഴിഞ്ഞെങ്കിലും ഞങ്ങളാരും അവളെ മൈൻഡ് ചെയ്തില്ല, അവളെ അവഗണിച്ചു. പക്ഷെ എന്തുകൊണ്ടോ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവൾ ഇവിടെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു. അത് സൗകര്യമായെന്ന് പറഞ്ഞ് ഞങ്ങൾ കിരണിന് വേണ്ടി വേറൊരു വിവാഹം ആലോചിച്ചു. വിവാഹം ആലോചിച്ച സമയത്താണ് ഈ ഒരു തടസ്സമായിട്ട് നിന്നതാണ് അത് ഇവിടുമായിട്ടുള്ള രേവതിയുമായിട്ടുള്ള വിവാഹബന്ധം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഒരു തടസ്സമായിട്ട് വന്നത്. അത് ഡൈവേഴ്സായിട്ടില്ല. അതിനുള്ള തടസ്സം നീക്കാനായിട്ട് ഡൈവേഴ്സ് നടത്താനായിട്ടുള്ള ഒരുപാട് ഓഫറൊക്കെ കൊടുത്തു നോക്കി. പക്ഷെ അവൾ അതിനൊന്നും ഒരുക്കമല്ലായിരുന്നു. ഈ നിൽക്കുന്ന ആ സമയത്താണ്, ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ കിരണിൻ്റെ ഈ തിരോധാനം. അപ്പോൾ അത് ഈ രേവതിയുടെ വീട്ടുകാർ ചെയ്തതായിരിക്കണം. ആരെങ്കിലും അവനെ തട്ടിക്കൊണ്ട് പോയതോ എന്തോ ചെയ്തതാണെന്നായിരിക്കും
ഈ അമ്മയുടെ വാക്ക്. അപ്പം അമ്മയുടെ ഒരു വല്ലാത്ത സ്വഭാവക്കാരിയാണ്. അവളവിടെ കിടന്ന് വിളിച്ച് കൂവി, ദരിദ്രവാസി, ഒരു തരി പൊന്നും ഇല്ലാതെ കയറി വീട്ടിൽ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ റാണിയാവണം അവൾക്ക്, അവളെ ആളുകൾക്ക് ആരെങ്കിലും തന്നെ തട്ടിക്കൊണ്ട് പോയതായിരിക്കും എന്ന് ഇവർ കിടന്ന് ബഹളം ഉണ്ടാക്കി. അപ്പോൾ വന്നുകൂടി 1-2 പേര് ഈ ചെറുതായിട്ടൊന്ന് മുറുമുറുത്ത് തുടങ്ങി. കാരണം ഈ എവിടെന്നോ അലഞ്ഞു തിരിഞ്ഞ് വന്ന മാധവൻ എന്ന് പറഞ്ഞൊരു പയ്യനെ ലോഡ്ജിൽ ആദ്യം ബോയ് ആക്കി നിർത്തി, പിന്നെ അവൻ്റെ സൗന്ദര്യവും ആരോഗ്യമൊക്കെ കണ്ട് ഒരു എടുക്കാച്ചരക്കായിരുന്ന ഈ സ്ത്രീയെ കെട്ടി വെച്ചു കൊടുത്തത് കഥയെന്നും നമുക്കെല്ലാവർക്കും അറിയാം, പിന്നെ കിടന്ന ആവശ്യമില്ലാതെ ചാടുകയൊന്നും വേണ്ട എന്നൊരാൾ പറഞ്ഞു. മറ്റൊരു ബന്ധുവായ ഒരാൾ തന്നെ ഒരു അഭിപ്രായം പറഞ്ഞത്, ഈ സ്ത്രീ ഈ മാധവൻ്റെ നിയോഗം എന്ന് പറഞ്ഞ ജീവിതം എന്ന് പറഞ്ഞാൽ അടിമ ജീവിതമായിരുന്നു. അന്ന് മുതൽ ലോഡ്ജിൽ ജീവനക്കാരായിരുന്നു. ഈ അതിൻ്റെ ഉടമസ്ഥൻ മകളെ കെട്ടിക്കൊടുത്തു എന്നല്ലാതെ ഈ മകളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണശേഷം മകളാണ് എല്ലാ ഭരണവും. മാധവന് ഒരു അടിമ ജീവിതം നയിക്കാനാണ് വിധി. അതേപോലെയാണ് 2 മക്കളെ ഈ സ്ത്രീ വളർത്തുന്നത്. ഭയങ്കര അവർക്ക് ഈ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. എന്തോ ഭീഷണിപ്പെടുത്തിയതുകൊണ്ട് കിരൺ എവിടെയെങ്കിലും പോയതായിരിക്കും എന്നൊരു അഭിപ്രായം ഒരാൾ തട്ടി. എന്തായാലും അവിടെ നിന്ന് നേരെ മടങ്ങി നമ്മൾ സ്റ്റേഷനിലെത്തി. അന്നത്തെ അന്വേഷണത്തിൽ പിന്നെ കൂടുതൽ വിവരങ്ങളൊന്നും കിട്ടിയില്ല. കിരൺ നോക്കാൻ പോയിട്ട് കിരണിൻ്റെ സ്റ്റോർ നോക്കാൻ പോയിട്ട് കിരണിൻ്റെ വിവരങ്ങളൊന്നും പറഞ്ഞുമില്ല. പക്ഷെ നമുക്കത് വ്യക്തമായിട്ട് അറിയാമായിരുന്നു ഇത് ഇങ്ങനെയാണെന്നുള്ളത്. എന്തായാലും അടുത്ത ദിവസം രാവിലെ ഈ രേവതിയുടെ വീട്ടിനകത്ത്, രേവതിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു കുടിൽ പാവപ്പെട്ട സാധാരണ അച്ഛനും അമ്മയും ദാരിദ്ര്യവാസികൾ കൂലിപ്പണിക്കാരാണ്. അവരോട് വിവരങ്ങളൊക്കെ ആരാഞ്ഞു. അപ്പോൾ പറഞ്ഞത്, ഞങ്ങൾ കഷ്ടപ്പെട്ടാണ് മകളെ വളർത്തുന്നത് രേവതിയെ. അവളെ പഠിപ്പിച്ചത് തന്നെ, ഡിഗ്രി വരെ പഠിപ്പിച്ചത് തന്നെ ഞങ്ങൾ ഏറെ ബുദ്ധിമുട്ടിയാണ്, കഷ്ടത അനുഭവിച്ചാണ്. അപ്പോൾ അവർക്കത് മനസ്സിലായത് കൊണ്ടാണ് തുടർന്ന് പഠനം മുന്നോട്ട് കൊണ്ടുപോകാതെ അത് ജോലി ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് എന്തെങ്കിലും വീട്ടിലൊരു സഹായമാവുമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഈ മൊബൈൽ കടയിൽ ജോലിക്ക് പോയി തുടങ്ങിയത്. ഞാൻ മൊബൈൽ കടയിൽ രേവതി ജോലിക്ക് പോയി തുടങ്ങിയപ്പോൾ മുതൽ അതിനിടയ്ക്ക് 1-2 പ്രാവശ്യം കിരൺ എന്ന് പറഞ്ഞ ഒരാൾ വന്ന് വിവാഹാലോചന മകളെ കെട്ടിക്കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് നടക്കില്ല, കാരണം ഞങ്ങൾ പാവപ്പെട്ട ആളുകളാണ്, ഈ പണക്കാരുമായിട്ടുള്ള ബന്ധം ഞങ്ങൾക്ക് ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റില്ല, അതുകൊണ്ട് ആ വിവാഹത്തിന് ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. ആദ്യം രേവതിയും ആ നിലപാട് തന്നെ ആയിരുന്നെങ്കിലും പെട്ടെന്നൊരു ദിവസം ഞങ്ങൾ പോലും അറിഞ്ഞില്ല ആ കിരണിനോടൊപ്പം അവൾ പോവുകയും ചെയ്തു. അവിടെ ചെന്ന് അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചു. അവരുടെ അവഗണനയും എല്ലാം അനുഭവിച്ച് നിവൃത്തിയില്ലാതെയാണ് അവിടെ നിന്ന് മടങ്ങി വന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഈ കിരണിനെ ഉപദ്രവിക്കാനോ അവരോട് മത്സരിക്കാനോ ഒന്നുമുള്ള കഴിവില്ല സാർ. ഞങ്ങൾ പാവങ്ങളാണ്. അവരുടെ നിരപരാധിത്വം അവർ വെളിവാക്കി. മകളകത്തുണ്ടായിരുന്നു. രജിസ്റ്റർ മാരേജ് ആണെങ്കിൽ വിവാഹം കഴിച്ച ഭർത്താവാണ് കാണാതായിരിക്കുന്നത്. ആകെ ദുഃഖത്തിലായിരുന്നെങ്കിലും രേവതിയെ വിളിച്ച് വിവരങ്ങളൊക്കെ ആരാഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, സാർ, എനിക്ക് എൻ്റെ വീട്ടുകാരുടെ സ്ഥിതിയും എല്ലാം അറിയാമായിരുന്നു. കിഷോർ എന്നെ ദിവസവും കാണുന്നതുകൊണ്ട് എന്നോട് ഇഷ്ടം തോന്നി. ആ വിവരം എന്നെ അറിയിച്ചപ്പോൾ ഞാനത് തുറന്നു പറഞ്ഞു, ഇല്ല അത് നടക്കില്ല, പണക്കാരുമായിട്ടുള്ള വിവാഹം നമുക്ക് ശരിയാവില്ല. പക്ഷെ അയാളുടെ നിർബന്ധത്തിന് ഒന്ന് കാട്ടിക്കൂടിയപ്പോൾ ഞാനത് ഒരു വിധത്തിൽ അങ്ങനെ സമ്മതിക്കേണ്ടി വന്നു. എങ്ങനെയെന്ന് പറഞ്ഞാൽ നിബന്ധന വെച്ചിട്ടാണ്. ആദ്യം നോട്ടീസ് കൊടുത്ത് രജിസ്റ്റർ ചെയ്തിട്ട് നോട്ടീസ് കൊടുത്ത് 30 ദിവസം കഴിഞ്ഞ് വീണ്ടും രജിസ്റ്റർ ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് പക്കാ രജിസ്ട്രേഷൻ ആയിട്ടാണ് എന്നെ ആ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുപോയത്. ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ ഒരൊറ്റ മനുഷ്യർ എന്നെ ഒരു സ്നേഹത്തോടെ നോക്കുകയോ ഒന്നും ചെയ്യില്ല. എന്നെ അവഗണിച്ചു, മാക്സിമം പിടിച്ചു നിന്നു. സാർ, അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അതിനോടൊന്നും എനിക്ക് പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല. കാരണം ഈ മദ്യപാനവും ഇഷ്ടപ്പെട്ട ആളുകളെ വിളിച്ചു വരുത്തി അവരുമായിട്ടുള്ള ആ ഇണചേരലും എല്ലാം അതൊക്കെ ഒരു സ്റ്റാറ്റസ് സിമ്പൽ പോലെ കണക്കാക്കുന്ന ഒരു വീട്ടുകാരാണ്. അതിനൊന്നും ആരും എതിര് പറയാറില്ല, എല്ലാവരും അതിനോട് യോജിച്ചു പോവുകയാണ്.
പക്ഷെ ഞാൻ ചിലപ്പോഴൊക്കെ അതിന് മുഖം കറുപ്പിക്കും. അതുകൊണ്ടാണ് എന്നോട് അവർക്ക് ഇഷ്ടമില്ലാത്തത്. അപ്പോൾ അവരോട് പൊരുത്തപ്പെടുന്ന ഒരു മരുമകളെ കണ്ടെത്താനായിട്ടുള്ള അവർ ശ്രമം നടത്തിയപ്പോൾ കിരണും അതിന് അനുകൂലമായിട്ട് സംസാരിച്ചു എന്ന് ഞാൻ അറിഞ്ഞതോടുകൂടിയാണ് പിന്നെ അവിടെ പിടിച്ചു നിൽക്കാൻ എനിക്ക് തോന്നിയില്ല. ഞാനത് ആ വേഷം എനിക്കിപ്പോൾ ചേരില്ല എന്ന് പറഞ്ഞ് അതെല്ലാം ഞാൻ ഉപേക്ഷിച്ച് പോകുന്നതാണ്. കിരണ് അർഹതയില്ലാത്ത ഒരാൾക്ക് സ്നേഹം കൊടുത്തു എന്നതാണ് എൻ്റെ തെറ്റ്. കിരൺ എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല സാർ. അവിടെ മൊഴി രേഖപ്പെടുത്തി തിരിച്ചു പോരുകയും ചെയ്തു. പോരാൻ പെട്ടെന്നൊരു കാരണമുണ്ട്. ഒരു സ്റ്റേഷനിൽ നിന്ന് ഒരു ഫോൺ സന്ദേശം എത്തി. ഞാൻ ഈ ഇവരുടെ ഒരു ഡ്രൈവറൊപ്പമാണ് പോയിട്ടിന്ന് പോയത്, രാവിലെ പോയതെന്ന് പറഞ്ഞ് കേട്ടിരുന്നുണ്ട്. ഡ്രൈവറെ ഒന്ന് ട്രേസ് ചെയ്യാനായിട്ട് പോലീസ് സ്റ്റേഷൻ പറഞ്ഞു. എസ് ഐ വിളിച്ച് പറഞ്ഞു, സാറ് പറഞ്ഞ അനുസരിച്ച് ആ ഡ്രൈവർ സുകുമാരനെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അയാൾ രാവിലെ കിരണുമായിട്ട് പോയെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ഇദ്ദേഹം വന്ന് ചോദിച്ചിട്ട് വേണം, ചോദിക്കണം. ഞങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുന്നു. ഈ ഫോൺ കിട്ടിയോടുകൂടിയാണ് ഞാൻ ഓടി വീണ്ടും അവിടെ സ്റ്റേഷനിലെത്തുന്നത്. അവിടെ ചെന്നപാടെ സുമാനോട് വിവരങ്ങളൊക്കെ ആരാഞ്ഞു. അവൻ പറഞ്ഞു, എന്നെ ഇങ്ങനെ എൻ്റെ ഭാര്യയുടെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകണം, അതുകൊണ്ട് നീ കൂടെ വരണം എന്ന് വിളിച്ചതനുസരിച്ച് ഞാൻ അവിടെ ചെല്ലുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ സ്ത്രീ പത്മനാഭ തിയേറ്ററിൻ്റെ അടുത്ത് ഈസ്റ്റ് കോട്ടിൽ കാത്തു നിൽക്കുമെന്ന് പറഞ്ഞതനുസരിച്ച് ഞാൻ വരികയും വണ്ടിയും കൊണ്ടുവന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോവുകയും ചെയ്തു. കാത്തു നിന്ന് ആ സ്ത്രീ പത്മനാഭ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഞങ്ങൾ കയറ്റി അഷ്ടക്കുളങ്ങര എത്തിയപ്പോൾ കിരൺ പറഞ്ഞു, ഇനി നീ പൊക്കോ, സുകുമാരൻ പൊക്കോ, ഞങ്ങൾ പൊക്കോളാം എന്ന് അയാൾ പറഞ്ഞതനുസരിച്ച് ഞാൻ അവിടെ ഇറങ്ങി തൊട്ടടുത്ത ബാറ് കയറി 2 പെഗ് കഴിച്ച് ഞാൻ നേരെ വീട്ടിൽ പോവുകയും ചെയ്തു. വട്ടിയൂർക്കാവിൽ അവിടെ ചെന്ന് കിടന്ന് ഉറങ്ങി. വൈകുന്നേരമാണ് എണീറ്റത്. ഊണ് കഴിച്ചില്ലേ? ഇല്ല, വൈകുന്നേരമാണ് എണീറ്റത്. ഈ പറഞ്ഞത് കള്ളമാണെന്ന് അയാളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി. കാരണം ഈ വണ്ടിയും ഡ്രൈവറെയും വൈകുന്നേരം അവിടെ വെച്ച് കണ്ട ആളുണ്ട്, കടക്കാരൻ. അപ്പോൾ കള്ളമാണെന്ന് മനസ്സിലായി. പറഞ്ഞു, എടാ ശരീരം കേടാവും, മര്യാദയ്ക്ക് നടന്ന കാര്യം അതുപോലെ പറഞ്ഞുകൊള്ളണം. ഞങ്ങളെല്ലാം തിരക്കിയിട്ടാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് നിന്നെ കൊണ്ടുവന്നത് ഈ സത്യം പറയിപ്പിക്കാനാണ്. ശരീരം കേടാകുന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് സത്യം പറഞ്ഞു. അതോ അതിൻ്റെ ശരീരം കേടാക്കിയിട്ടേ പറയുള്ളൂ എന്നുണ്ടോന്നോ? ഇല്ല സാർ, ഞാൻ പറയാം. പറഞ്ഞോടെ സാർ, എന്നെ രാവിലെ കിരൺ ഫോൺ ചെയ്തു പറഞ്ഞു വീട്ടിൽ വരണം. വീട്ടിൽ വന്ന ഉടനെ എന്നെ വിളിച്ച് മുറിക്കകത്ത് കൊണ്ടുപോയി. വളരെ രഹസ്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പിണങ്ങിപ്പോയ ഭാര്യ ഒരുമിച്ച് വരാമെന്നും അവൾ ഒരു വീടെടുത്താൽ ഞാൻ പ്രത്യേകം താമസിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ മറ്റെവിടെയെങ്കിലും പോയി സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവളറിയാതെ തന്നെ അന്ന് നമുക്ക് അവിടെ എവിടെയെങ്കിലും കറങ്ങി നടന്നിട്ട് വൈകുന്നേരത്തോടുകൂടി തിരുവല്ലത്തെ യക്ഷിപ്പാറ നടത്തി എന്നിട്ട് അവിടെ വെച്ച് അവളെ തട്ടിക്കളയണം. എന്നിട്ട് മുഖം വികൃതമാക്കി കളഞ്ഞേക്കാം, ആരും അറിയുകയില്ല. ഇതാണ് എൻ്റെ പദ്ധതി, നീ കൂടെ നിൽക്കണം. 2 ലക്ഷം രൂപ എടുത്ത് കയ്യിൽ തരികയും ചെയ്തു. ഇത് അഡ്വാൻസ്, നിനക്കിഷ്ടമുള്ള തീരുമാനിക്കാം. ഞാൻ ആ തുക എടുത്ത് പോക്കറ്റിലിട്ടു. ഞങ്ങൾ 2 ആളും കൂടെ പോവുകയും ചെയ്തു. പോയി പത്മനാഭ ക്ഷേത്രത്തിൻ്റെ അടുത്ത് നിന്ന് ആ സ്ത്രീയെ പോക്കി നേരെ കോവളത്തും വിഴിഞ്ഞത്തും ഒക്കെ കറങ്ങി നടന്നിട്ട് സന്ധ്യയോടുകൂടിയാണ് തിരുവല്ലത്തെത്തിയത്. തിരുവല്ലത്തെത്തി അവിടെ യക്ഷിപ്പാറ പോകുന്നതിന് മുമ്പ് ഒരു കടയിൽ നിർത്തി സിഗരറ്റൊക്കെ വാങ്ങിയിട്ടാണ് വഴി ചോദിച്ചോട്ട് പോയത്. യക്ഷിപ്പാറയ്ക്ക് പോകാൻ ഒരു കയറ്റം കയറി പോകുമ്പോൾ ഒരു 300 അടി 350 അടി ചെന്നപ്പോൾ എന്നിട്ട് പിന്നെ ഒരു 200 മീറ്റർ കൂടെ പോകണം. അത് കഴിഞ്ഞാലേ ആ ഏറ്റവും മുകളിലെത്തും. അവിടെയാണ് ഈ ഒരു ക്ഷേത്രവും അവിടെ നിന്നാൽ കാഴ്ചകൾ കാണുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ കടക്കാരൻ അവിടെ ഒരു കടക്കാരൻ പറഞ്ഞ് സന്ധ്യ മയങ്ങിയാൽ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് എല്ലാം കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞെങ്കിൽ നമ്മളെന്തായാലും പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ 3 ആളും കൂടെ കയറി. അതിനെ കുറച്ച് താഴെ എത്തിയപ്പോൾ ഒന്ന് വിശ്രമിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് അവിടെ സൈഡിൽ മാറിയിരുന്നു, പാറയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇടയ്ക്ക് കിരൺ ഞാൻ താഴെ പോയിട്ട് ഒരു ബോട്ടിൽ വെള്ളം എടുത്തുകൊണ്ടിരാന്ന് പറഞ്ഞ് അയാൾ പോയി. പോകുന്നതിന് മുമ്പ് എനിക്കൊരു സിഗ്നൽ തന്നിട്ടാണ് പോയത്.
എന്തുകൊണ്ടോ രേവതി അത് കണ്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. കിരൺ പോയി കഴിഞ്ഞ ഉടനെ ഇവിടെ ഈ സ്ത്രീക്ക് എൻ്റെ കാല് കെട്ടിപ്പുണർന്നു. എന്നോട് പറഞ്ഞു, കിരൺ നൽകാമെന്ന് പറഞ്ഞതിൻ്റെ എത്രയോ ഇരട്ടി ഞാൻ നൽകും, എൻ്റെ മനസ്സും ശരീരവും എല്ലാം. ഈ കിരൺ മരണത്തോടു കൂടി ആ ഭാര്യ എന്നുള്ള നിലയിൽ അവൻ്റെ ഷെയർ എല്ലാം എനിക്ക് കിട്ടും. നമുക്ക് രണ്ടാൾക്കും കൂടെ ഒരുമിച്ച് അവിടെ ജീവിക്കാം, ആ സ്വത്തെല്ലാം അനുഭവിച്ച് ജീവിക്കാം. ദയവേത് പ്ലീസ് എൻ്റെ വാക്ക് കേൾക്കണം. ഞാൻ അവനൊരു ഉമ്മയും കൊടുത്തു. അവൻ വീണു ഫ്ലാറ്റായി. കിഷോർ വരുമ്പോൾ കാണുന്ന രംഗം, ഈ രേവതി പാറയിൽ ഇങ്ങനെ ചാരിയിരിക്കുന്നു, അതിനടുത്ത് കയറുമായിട്ട് നിൽക്കുന്ന എന്നെയാണ് കിഷോർ കാണുന്നത്, കിരൺ കാണുന്നത്. വന്ന് കണ്ടപാടെ ഞാൻ കൈ കാണിച്ചു, തീർന്നെന്നു. ഉടനെ തന്നെ അയാൾ സന്തോഷം കൊണ്ട് കയ്യിലിരുന്ന മദ്യം ബാക്കി ഇവിടെ അകത്താക്കി. എന്നിട്ട് വേച്ച് കാമുകിയുടെ അടുത്തേക്ക് നടന്നെത്തി. അവളെ ഒന്ന് സൂക്ഷിച്ച് നോക്കുന്നതിനിടയിൽ ഞാൻ പിന്നിൽ നിന്ന് അയാളെ ചവിട്ടി വീഴ്ത്തി. കിരണിനെ ചവിട്ടി വീഴ്ത്തി കമഴ്ന്ന് വീണ അയാളെ പിന്നിലൂടെ കയറുകൊണ്ട് കഴുത്തിൽ വരിഞ്ഞ് ആ ശ്വാസം നിലപ്പിക്കുന്നവരവിടെ പിടിച്ചത്. അയാൾ ശ്വാസം നിലച്ചത് പിടയുന്നത് കണ്ടുകൊണ്ടാണ് രേവതി എണീക്കുന്നത്. അയാൾ ഓടി വന്ന് എനിക്ക് എൻ്റെ കഴിവ് കെട്ടിപ്പുണർന്നൊരു മുത്തം തന്നു. ഇനി അവൻ കിരൺ തന്ന 2 ലക്ഷം രൂപയേക്കാൾ വിലമതിക്കുന്നതായിരുന്നു അത് എനിക്ക് അനുഭവപ്പെട്ടത്. ഞാനത് അയാളെ നേരെ കിടത്തിയിട്ട് ആ പാറയിൽ ചാരി കിടത്തിയിരുത്തിയിട്ട് നേരെ കയ്യിൽ കരുതിയിരുന്ന നേരത്തെ കരുതിയിരുന്ന പെട്രോൾ എടുത്ത് അവൻ്റെ മുഖത്തൊഴിച്ച് കത്തിക്കുകയും ചെയ്തതിന് ശേഷം ഞങ്ങൾ 2 ആളും കൂടെ കൈ കോർത്ത് പിടിച്ച് താഴേക്കിറങ്ങി. താഴെ വന്ന് വാഹനത്തിൽ കാറിൽ കയറി ഞങ്ങൾ മിൽമയുടെ അടുത്ത് കൊണ്ടുവന്നിട്ട്, അമ്പലത്തറ മിൽമയുടെ അടുത്ത് കൊണ്ട് നിർത്തിയിട്ട് ഞങ്ങൾ 2 വഴിക്കായിട്ട് പിരിഞ്ഞു പോയി. ആരും അറിഞ്ഞില്ലല്ലോ, കണ്ടില്ലല്ലോ എന്നുള്ള ആ സമാധാനത്തോടെയാണ് പിരിഞ്ഞു പോയത്. ഇതാണ് സുകുമാരൻ നൽകിയ മൊഴി. അപ്പോൾ ഇതാണ് സത്യമെന്ന് അറിഞ്ഞിട്ടും രേവതിയുടെ വീട്ടിൽ ചെന്ന് ചോദിച്ചപ്പോൾ അവൾ കള്ളം പറഞ്ഞു. അവളെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് എസ്ഐയും 2 വനിതാ പോലീസുകാരും കൂടെ അയച്ചു. വൈകാതെ തന്നെ എസ്ഐയുടെ പിന്നാലെ കയറി രേവതി വരികയും ചെയ്തു. വന്നോട് പാടെ പറഞ്ഞു, ഓ പറഞ്ഞതെല്ലാം സ്വന്തം ഭർത്താവിനെ കൊലപ്പെടുത്തിയിട്ട് നിരപരാധിയാണെന്ന് പറഞ്ഞതെല്ലാം ഞാൻ വിശ്വസിച്ചു എന്ന് കരുതിയല്ലേ? ഇല്ല, സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. ഇനി യഥാർത്ഥത്തിൽ നടന്നത് എന്താണെന്ന് പറയണം, അതിനുവേണ്ടിയാണ് വിളിച്ചത്. സാറെല്ലാം അറിഞ്ഞു അല്ലേ? സാർ അറിഞ്ഞതൊന്നുമല്ല സത്യം. ഞങ്ങൾ തെളിവ് സഹിതമാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അതൊന്നുമല്ല സത്യം. ഞാൻ പറയാം സാർ നടന്നത് എന്താണെന്ന്. സാർ, ഈ എന്നെ രാത്രി കുന്നിൻ്റെ മുകളിൽ എന്നെ കൊല്ലാനായിട്ട് അഡ്വാൻസ് വാങ്ങി നിൽക്കുന്ന ആ കൊലയാളിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവം എനിക്കൊരു ബുദ്ധിയും ശക്തിയും തന്നു. അവനെ വശത്താക്കണം. പെട്ടെന്നാണ് ഞാൻ അവൻ്റെ കാല് പിടിച്ചിട്ട് അവനോട് അപേക്ഷിച്ചത്, ഈ കിരൺ തരുന്നതിൻ്റെ എത്രയോ ഇരട്ടി ഞാൻ നൽകാം. മാത്രമല്ല, അവൻ്റെ ഭാര്യ എന്നുള്ള നിലയിൽ അയാളില്ലാതായാൽ ആ കിട്ടുന്ന സ്വത്ത് അനുഭവിച്ച് നമുക്ക് 2 പേർക്കും ഒരു കുടുംബം ഉണ്ടാക്കിയിട്ട് നല്ലൊരു കുടുംബം ആയിട്ട് ഒരുമിച്ച് ജീവിക്കാൻ മുന്നോട്ട് കൊണ്ടുപോകാം. ദയവ് ചെയ്ത് എന്നെ കൊല്ലരുത്. അവനോട് അപേക്ഷിച്ചതോടൊപ്പം കണ്ണീര് കൊണ്ട് നനഞ്ഞ ഒരു ചുംബനം കൂടെ നൽകി. ഓൺ ഫ്ലാറ്റ്. അങ്ങനെയാണ് ഈ കിരണിനെ ഈ സുകുമാരൻ കൊലപ്പെടുത്തിയത്. ഞാൻ എല്ലാത്തിനും സാക്ഷിയായിരുന്നു. ഇത് ഞാൻ എവിടെ വേണമെങ്കിലും വിളിച്ചു പറയാം സാർ, ഏത് കോടതിയിൽ വേണമെങ്കിലും വിളിച്ചു പറയാം, ഞാൻ സാക്ഷി. ഒരു കൂസലും കൂടാതെ നിന്ന് ഇതെല്ലാം തുറന്ന് പറഞ്ഞിട്ട് നോക്കി നിൽക്കുന്ന രേവതിയുടെ മുഖത്ത് നോക്കിയിരുന്നപ്പോൾ മനസ്സ് മന്ത്രിച്ചു. സ്ത്രീ, നീ വല്ലാത്തൊരു കരുത്തുറ്റവളാണ്. ഇതുപോലെ നിമിഷങ്ങൾക്കാവും മാറാനും പ്രവർത്തിക്കാനും ഒരു സ്ത്രീക്ക് മാത്രമേ കഴിയൂ. സ്ത്രീ
ഒരു വല്ലാത്തൊരു കഥാപാത്രമാണ്. ഈ വിവരണം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു.